ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് നിലച്ചിട്ട് 4 വർഷം. കപ്പൽ സർവീസ് പുനരാരംഭിക്കണമെന്നും തുറമുഖ വികസനം സാധ്യമാക്കണം എന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്. മലബാറിന്റെ വാണിജ്യ വികസനത്തിൽ നിർണായകമാണ് ബേപ്പൂർ തുറമുഖം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുത്ത അവഗണനയാണ് ഈ തുറമുഖം നേരിടുന്നത്. ബേപ്പൂർ തുറമുഖം പാതി നിശ്ചലാവസ്ഥയിലാണ്. 4 വർഷമായി യാത്രാ കപ്പലുകൾ ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നില്ല. ഒരു സർവീസും നാമമാത്രമായി മാറി. തൊഴിലാളികൾക്ക് ജോലി കുറഞ്ഞു. പലരും സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഞങ്ങൾക്ക് മുമ്പത്തെ അപേക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ 75% ജോലി നഷ്ടമാണ്. 166 ചുമട്ടുതൊഴിലാളികൾ ഇവിടെ ഉണ്ട് 3 യൂണിയനായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കപ്പലിൽ ജോലി ചെയ്യുന്ന 22 തൊഴിലാളികളുണ്ട്. നാളികേരം കയറ്റുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ആ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ ജോലിയാണ് ഗണ്യമായിട്ട് ബേപ്പൂർ തുറമുഖത്ത് കുറഞ്ഞിട്ടുള്ളതെന്നാണ് ഇതുമായി ബന്ധപ്പെടുന്നത്. ലക്ഷദ്വീപുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖമാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുവേണ്ട എല്ലാ കാര്യത്തിനും ലക്ഷദ്വീപ് ജനത ആദ്യം ആശ്രയിക്കുന്നത് കോഴിക്കോടിനെയാണ്. യാത്രാ കപ്പൽ സർവീസ് നിലച്ചതോടെ അവരുടെ ജീവിതം വഴിമുട്ടി. ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ എന്തോ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസിഷൻ്റെ ഫാൾട്ട് കൊണ്ട് തന്നെയാണ്, സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വളരെ നാളത്തെ ആവശ്യമാണ്. പദ്ധതികൾ പലത് പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും നടപ്പായില്ല. കണ്ടെയ്നർ ഷിപ്പുകൾ 2 തവണ ബേപ്പൂരിലെത്തിയിരുന്നു. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ക്രെയിനുകൾ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ തേടി കാലിക്കറ്റ് ചേംബർ രംഗത്തെത്തിയത്. അപ്പോൾ ഒരു നഗരത്തിന് നമുക്കറിയാം, ഏറ്റവും അധികം ഒരു നഗരം വികസിക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് എയർപോർട്ട്, സീപോർട്ട് ആൻഡ് റെയിൽവേ ആണ്. അതിൽ ഏറ്റവും പ്രധാനമായി കിടക്കുന്ന സീപോർട്ടാണ് നമ്മുടെ കോഴിക്കോട് സീപോർട്ട് തുറമുഖം. ഇത്രയും വളരെ നെഗ്ലക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുറമുഖം വികസിപ്പിക്കണമെന്നും കാലിക്കറ്റ് ചേംബർ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം. ഇതിൽ ഏറ്റവും പ്രധാനം കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുക എന്നതും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ള പൊതുവികാരം അവിടെ ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് ഇനി. എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും പ്രക്ഷോഭം ഇല്ലെങ്കിൽ ഇവിടെ നടക്കില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സീപോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രക്ഷോഭം എന്നുള്ള മാർഗം സ്വീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ ബിസിനസ് ചെറുകിട വ്യാപാരികൾക്ക്, അതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലിലും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുകാർ കൂടുതലായിട്ടും അവരുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, മറ്റ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോടിനെയാണ്. കഴിഞ്ഞ 4 വർഷമായി ഒരു പാസഞ്ചർ വെസൽ സർവീസ് പോലും ഈ റൂട്ടിൽ നടത്താത്തത് വലിയ രീതിയിലുള്ള ലക്ഷദ്വീപിലെ ഡെവലപ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ വ്യാപാര രംഗത്തെയും ഗുരുതരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്.